ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കാൽവരിയിൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലികർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ വാരത്തിലേക്ക് നോമ്പിൻ്റെ ദിവസങ്ങളിലാണ് പ്രവേശിക്കാനുള്ളത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ജനക്കൂട്ടം നിമിത്തം അല്ലെങ്കിൽ പുരുഷാര നിമിത്തം യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്ത തളർവാദ രോഗിയുടെ കാര്യം നാം വായിക്കുന്നു. സത്യത്തിൽ ഇവിടെ കാണുന്നൊരു മനോഭാവമുണ്ട്, ഒരു പുരുഷാര മനോഭാവം അല്ലെങ്കിൽ മറയായിത്തീരുന്ന ഒരു മനോഭാവം. യഥാർത്ഥമായൊരു ക്രിസ്തുവിൻ്റെ മനോഭാവം അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? അവർ വഴിയൊരുക്കുമായിരുന്നു. ഈ തളർവാദ രോഗി കിടപ്പ് രോഗിയാണെന്ന് മനസ്സിലാക്കി അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുമായിരുന്നു? അവർ വഴിയൊരുക്കുമായിരുന്നു. എന്നാൽ ഒരു ക്രിസ്തീയ മനോഭാവം ഇല്ലാതെ അവർ ഒരു കേൾവിക്കാരായി അവിടെ മാറുകയാണ്. എന്താണ് യഥാർത്ഥമായൊരു ക്രിസ്തീയ അനുഭവം? വിശുദ്ധ പൗലോസ് ലേഖ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലും ഈ മനോഭാവം ഉണ്ടായിരിക്കണം. നമ്മളെക്കാൾ ശ്രേഷ്ഠയെ മറ്റുള്ളവരെ കാണണം. ജനക്കൂട്ട മനോഭാവം നമ്മൾ എടുത്തു മാറ്റണം. ഞാൻ മൂലം, എൻ്റെ പ്രവൃത്തി മൂലം, എൻ്റെ വാക്ക് മൂലം നമ്മളൊരു മറയായി തീരും. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാതിരിക്കുന്ന പ്രവൃത്തികൾ എടുത്തു മാറ്റി ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങളെല്ലാം അനുഭവിച്ച് നാം മൂലം, നമ്മുടെ പ്രവൃത്തികൾ മൂലം, നമ്മുടെ ചിന്തകൾ മൂലം, നമ്മുടെ വാക്കുകൾ മൂലം ക്രിസ്തുവിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുവാനും മറ്റുള്ളവരെ അടുപ്പിക്കാനും ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവത്തിരുന്നാൾ മാത്രം.